നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ ഈ ഒരു കർമ്മത്തെ സർവേശ്വരൻ്റെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ സർവേശ്വര. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം ചതുർത്ഥ സ്കന്ധം അധ്യായം 3. നമ്മൾ 13 ശ്ലോകങ്ങളാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ കണ്ടത്. മഹാദേവനും സതീദേവിയും തമ്മിലുള്ള സംഭാഷണം അതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദക്ഷൻ ഒരു മഹായാഗം നടത്തുകയാണ്. ആ യാഗത്തിൽ പങ്കെടുക്കാനായിട്ട് മഹാദേവനെയും സതീദേവിയെയും ഒഴികെ ബാക്കിയുള്ള എല്ലാ ദേവന്മാരും ബ്രഹ്മർഷിമാരും ഒക്കെ അവരുടെ പത്നിമാരോടൊപ്പം ഒരു ഉത്സവത്തിന് പോകുന്ന പോലെ എല്ലാ അലങ്കാരങ്ങളോടും കൂടി അതാത് വിമാനങ്ങളിൽ ആകാശത്തിലൂടെ പോകുമ്പോൾ സ്വന്തം ഭവനത്തിലിരുന്നു കൊണ്ട് സതീദേവി അത് കാണുകയുണ്ടായി. അപ്പോൾ അതിലിരുന്ന് അവർ നടത്തുന്ന സംഭാഷണം സതീദേവി കേൾക്കുകയാണ്, ദക്ഷൻ നടത്തുന്ന യാഗമഹോത്സവത്തെക്കുറിച്ച്. അപ്പോഴാണ് സതീദേവി അത് അറിയുന്നത്. അപ്പോൾ ഉത്കണ്ഠയോട് കൂടിയിട്ട് തൻ്റെ പതിയായിട്ടുള്ള മഹാദേവൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, നമുക്കും പോകണ്ടേ? എൻ്റെ സഹോദരിമാർ അവരുടെ ഭർത്താക്കന്മാരോടൊപ്പം തീർച്ചയായിട്ടും പിതാവിൻ്റെ ഗ്രഹത്തിൽ വരും ആ യജ്ഞത്തിൽ പങ്കെടുക്കാനായിട്ട്. അപ്പോൾ എനിക്ക് അവിടെ പോവുകയാണെങ്കിൽ അവരെ എല്ലാവരെയും കാണാലോ. കുറേ നാളുകളായിട്ട് എല്ലാ വീട്ടിലുള്ളവരെയൊക്കെ കാണാതെയുള്ള ഒരു ദുഃഖം, ഒരു വിഷമം എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ പോവാൻ പറ്റുകയാണെങ്കിൽ ബന്ധുമിത്രാദികളെ, സഹോദരങ്ങളെ, അമ്മയെ, അതുപോലെ അവിടെ വരുന്ന മഹർഷി ഈശ്വരന്മാർ ആ യജ്ഞ പതാക ഉയർത്തുന്നത്, ഇങ്ങനെയുള്ള ശ്രേഷ്ഠമായ എല്ലാം എനിക്ക് കാണാൻ സാധിക്കും. അപ്പം അങ്ങനെ അത് പറഞ്ഞിട്ട് മഹാദേവനോട് പറയുന്ന ഒരു കാര്യം, എത്രയായാലും ഒരു പുത്രിക്ക് സ്വന്തം വീട്ടിൽ ഇങ്ങനെ ഒരു വലിയൊരു കാര്യം നടക്കുന്നു, ഒരു വിശേഷം നടക്കുന്നു എന്ന് കേൾക്കുമ്പോൾ എങ്ങനെയാണ് സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കാൻ പറ്റുക? പിന്നെ നമുക്ക് പോകാനുള്ള അവകാശമുണ്ട്. കാരണം ഏറ്റവും അടുത്ത സുഹൃത്താണെങ്കിലും നമ്മുടെ സ്വന്തം ഗ്രഹം, പിതാവിൻ്റെ ഗ്രഹം, ഗുരുവിൻ്റെ ഗ്രഹം, ഭർതൃഗ്രഹത്തിലൊക്കെ എന്തെങ്കിലും ആഘോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ഔപചാരികമായി നമ്മളെ ക്ഷണിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് പോകാനുള്ള അവകാശമുണ്ട്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും എല്ലാ ദേവീ ദേവന്മാരും എത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മളും അവിടെ ചെല്ലേണ്ടതാണ് എന്ന് അപ്പോൾ ഭഗവാനോട്, മഹാദേവനോട് അങ്ങനെ ആവശ്യപ്പെടുകയാണ്. അപ്പം അങ്ങയുടെ അനുവാദം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പോകാം. അപ്പം ഇത് പറയുന്നതിൻ്റെ ഇടയിലും ദേവി സ്വയം മനസ്സിലാക്കുന്നുണ്ട്, എന്തുകൊണ്ടാണെന്നറിയില്ല, എനിക്ക് ഈ ഒരു ആഗ്രഹത്തെ മറികടക്കാൻ പറ്റണില്ല. അതായത് എനിക്കറിയാം അങ്ങ് ആരാണ്, ഈ പ്രപഞ്ചത്തിനെ സ്വന്തം മായാശക്തി കൊണ്ട് നിർമ്മിച്ച അങ്ങ് തന്നെ, ആ പ്രകൃതി തന്നെയാണ് ഈ പ്രപഞ്ചമായി വിളങ്ങുന്നത് എന്നൊക്കെ എനിക്കറിയാം. ഇതൊക്കെ അറിഞ്ഞിട്ടും എൻ്റെ ഉള്ളിൽ നിന്നും ആ ഒരു മമത, എൻ്റെ വീട്ടുകാർ, എൻ്റെ വീട്, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ അമ്മ, അങ്ങനെയുള്ള ആ ഒരു മമത, അത് എൻ്റെ സ്വന്തം വീടല്ലേ എന്നുള്ള ആ ഒരു മമതാബോധം എൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്നില്ല. അതെനിക്ക് എത്ര ശ്രമിച്ചിട്ടും എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു ചിന്തയെ മറികടക്കുക, ഈ ഒരു ആഗ്രഹത്തെ മറികടക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിലേക്ക് പോകാം എന്ന് മഹാദേവനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ പോകാനുള്ള ഒരു അവകാശമുണ്ട് എന്ന് പറയുന്നതോ സുഹൃത്തുക്കള്, ഭർത്താവ്, അതുപോലെ ഗുരു, ഇവരുടെയൊക്കെ ഗ്രഹത്തിലേക്ക് നമുക്ക് വിളിച്ചില്ലെങ്കിലും ക്ഷണിച്ചില്ലെങ്കിലും ചെല്ലാനുള്ള അവകാശമുണ്ട് എന്നൊരു ന്യായം കൂടി സതീദേവി അവിടെ പറയുന്നു. അതിൻ്റെ ബാക്കിയാണ് ഇനി. ശ്ലോകം 14 തന്മേ പ്രസീദ ഇദം അമർത്യവാഞ്ചിതം കർത്തും ഭവാൻ കാരുണികഃ ബദ അർഹതി ത്വയാ ആത്മനഃ അർദ്ധേ അഹം അഭദ്രചക്ഷുഷ നിരൂപിത മാ അനുഗ്രഹാണ യാചിതഃ.
തത് മേ. അപ്പോൾ സതീദേവി പറഞ്ഞിട്ട് തുടരുകയാണ്. തൊട്ട് മുന്നേത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു നമുക്കും അവിടേക്ക് എല്ലാവരെയും ഒരു സ്വന്തം അച്ഛൻ്റെ പിതാവിൻ്റെ ഗ്രഹമായതുകൊണ്ട് നമുക്ക് പോകാനുള്ള അവകാശമുണ്ട്, ക്ഷണിച്ചില്ലെങ്കിലും. തത് ആയതിനാൽ മേ എന്നിൽ പ്രസീത ദയവായി പ്രസാദിച്ചാലും ഭഗവാനെ. ഇതം ഈ അമർത്യ എന്ന് വെച്ചാൽ മഹാദേവനെയാണ് അമർത്യ അല്ലയോ ഭഗവാനെ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇതം എന്ന് വെച്ചാൽ എൻ്റെ ഈ വാഞ്ചിതം എന്നാൽ ആഗ്രഹം, കർത്തും നിറവേറ്റിത്തരാൻ ഭവാൻ അങ്ങ് അർഹതി തീർച്ചയായും അർഹനാണ്, കാരുണികഹ കാരണം അങ്ങ് കാരുണ്യവാനാണ്, ബദാ ബദാ എന്ന് പറയുമ്പോൾ ഓ ഭഗവാനെ എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പോൾ എന്നാൽ അങ്ങ് അത്രയും കാരുണ്യവാനാണ്, എന്നാലും ഞാനിങ്ങനെ ആവശ്യപ്പെടേണ്ടി വന്നില്ലേ, എൻ്റെ ഈ ആഗ്രഹം എനിക്ക് സാധിച്ചു തരണേ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ആവശ്യപ്പെടേണ്ടതായിട്ട് വന്നില്ലേ എന്ന് ഉള്ള അർത്ഥത്തിലാണ് ആ ബദ എന്ന് പറഞ്ഞത്. അങ്ങേക്ക് എന്നോട് കരുണയുണ്ടാവണം, എന്നിൽ പ്രസാദിക്കണം, എൻ്റെ ഈ ആഗ്രഹത്തെ സാധിച്ചു തരാൻ കാരുണ്യവാനായ അങ്ങ് തീർച്ചയായും അർഹനാണ്. എന്നിട്ട് പറയാണ് ത്വയാ അങ്ങയാൽ ആത്മന അർദ്ധേ അഹം അങ്ങയുടെ ആത്മന ശരീരത്തിൻ്റെ അർദ്ധേ പകുതിയാണ് അഹം. നിരൂപിത എന്ന് വെച്ചാൽ പകുതിയായി, നിരൂപിത എന്ന വാക്കിനർത്ഥം സ്ഥിതി ചെയ്യുന്നത്. അഹം ഞാൻ അങ്ങയുടെ ശരീരത്തിൻ്റെ പകുതിയായി സ്ഥിതി ചെയ്യുന്നവളാണ്, അങ്ങയുടെ ശരീരത്തിൻ്റെ പകുതിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അഭദ്രചക്ഷുഷ എന്ന് വെച്ചാൽ അഭദ്രചക്ഷുഷ എന്ന് വെച്ചാൽ വിശാലമായ കണ്ണുള്ളവൻ എന്നാണ് അർത്ഥം. കണ്ണ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് മനക്കണ്ണ്. അപ്പൊ വിശാലമായ മനസ്സുള്ള അങ്ങയ്ക്ക് മാ അനുഗ്രഹാണ യാചിത, മാ അനുഗ്രഹാണ എന്നോട് ദയവ് കാണിക്കണേ, എന്നെ അനുഗ്രഹിക്കണേ, യാചിത ഞാൻ യാചിക്കുന്നു എന്ന്. അപ്പൊ അത്രയും യാചിക്കുകയാണ് സതീദേവി. അത്രമാത്രം മനസ്സിനെ മറികടക്കാൻ, ആ ആഗ്രഹത്തെ മറികടക്കാൻ പറ്റണില്ല, അത്രയും പോണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടാണ് സതീദേവി നിൽക്കുന്നത്. അപ്പോൾ ആയതിനാൽ എന്നിൽ പ്രസാദിക്കണേ ഭഗവാനെ, എൻ്റെ ഈ ആഗ്രഹത്തെ സാധിച്ചു തരാൻ അങ്ങ് തീർച്ചയായിട്ടും അർഹനാണ്. അങ്ങയുടെ ശരീരത്തിൻ്റെ പാതിയായിട്ടുള്ളവളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ വിശാല മനസ്സുള്ള അങ്ങയ്ക്കൊരു ഇടുങ്ങിയ ചിന്താഗതിയൊന്നുമില്ല. അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകരുത്, അവരോട് വെറുപ്പ് ദേഷ്യം ഒന്നുമില്ല, എല്ലാവരും ഒരുപോലെയാണ്. വിശാല മനസ്ഥിതിയുള്ള അങ്ങ് തീർച്ചയായിട്ടും എന്നിൽ പ്രസാദിക്കണം, എന്നെ അനുഗ്രഹിക്കണം, ഞാൻ അങ്ങയോട് യാചിക്കുകയാണ്. ഇപ്രകാരമാണ് സതീദേവി മഹാദേവനോട് പറഞ്ഞത്. ശ്ലോകം 15 ഋഷി ഉവാച എന്ന് പറഞ്ഞാൽ മൈത്രേയ മഹർഷി വിതുരരോട് പറയുന്നു. ഏവം ഗിരിത്രഃ പ്രിയയാ അഭിഭാഷിതഃ പ്രത്യഭ്യദത്ത പ്രഹസൻ സുഹൃത് പ്രിയഃ സംസ്മരിതഃ മർമ്മഭിദഃ കുവാഗ് ഇഷൂൻ യാൻ ആഹ കഹ വിശ്വസൃജാം സമക്ഷതഃ. ഏവം ഗിരിത്രഃ പ്രിയയാ അഭിഭാഷിതഃ പ്രത്യഭ്യദത്ത പ്രഹസൻ സുഹൃത് പ്രിയഃ സംസ്മാരിതഃ മർമ്മഭിദഃ കുവാഗ് ഇഷൂൻ യാൻ ആഹ കഹ വിശ്വസൃജാം സമക്ഷതഃ. ഇവിടെ മൈത്രേയ മഹർഷി പറയാണ് ഏവം ഇപ്രകാരം പ്രിയയാ അഭിഭാഷിത സ്വന്തം ഭാര്യ പറയുന്ന ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് ഗിരിത്ര മഹാദേവൻ പ്രത്യഭ്യദത്ത മറുപടി പറഞ്ഞുവെന്ന്, പ്രഹസൻ പുഞ്ചിരിച്ചുകൊണ്ട്, സുഹൃത് പ്രിയ എല്ലാ ബന്ധുക്കളോടും പ്രിയം സ്നേഹമുള്ള, എല്ലാവരോടും ഒരുപോലെ സ്നേഹമുള്ള ആ മഹാദേവൻ സതീദേവി പറയുന്ന ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് ഇപ്രകാരം മറുപടി പറഞ്ഞു പുഞ്ചിരിച്ചുകൊണ്ട്. അത് പറയുന്നതിന് മുൻപ് അദ്ദേഹം ഒരു കാര്യം ആലോചിച്ചുട്ടാ. അതാണ് ഇവിടെ പറയുന്നത്. സംസ്മരിതഃ അദ്ദേഹം സ്മരിച്ചു, ഓർത്തത് ഇതാണ്. വിശ്വസൃജാം സമക്ഷതഃ വിശ്വസൃജാം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താക്കളായ എല്ലാ പ്രജാപതിമാരുടെയും സമക്ഷതഃ മുന്നിൽ വെച്ച് യാൻ എന്തൊക്കെയാണ് പറഞ്ഞത്, യാൻ ആഹ എന്തൊക്കെ പറഞ്ഞ്, കഹ ആ ദക്ഷൻ, മർമ്മഭിദഃ കുവാഗ് ഇഷൂൻ എന്ന് വെച്ചാൽ പരുഷമായ വാക്കുകൾ കൊണ്ട്, മർമ്മഭിദഃ മർമ്മം തുളയ്ക്കുന്ന രീതിയിൽ ആ സഭയിൽ വെച്ച് ദക്ഷൻ പറഞ്ഞ ആ വാക്കുകളൊക്കെ ഒന്ന് സംസ്മരിതഃ മനസ്സിൽ ഒന്ന് സ്മരിച്ചു. എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് സതീദേവിയോട് മറുപടി പറഞ്ഞു ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട്. അപ്പം ചിന്തിക്കാതെ ഇരുന്നില്ല അദ്ദേഹം.
അതാണ് പറഞ്ഞ് ഇപ്രകാരം സതീദേവി പറയുന്ന വാക്കുകൾ കേട്ടപ്പോൾ മഹാദേവൻ ഒന്ന് ഓർത്തു. കുറേ വർഷങ്ങൾ കഴിഞ്ഞല്ലോ, ഈ ശത്രുതയും കൊണ്ട് നടക്കണോ. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുൻപ് അന്ന് ആ പ്രജാപതിമാരുടെ സഭയിൽ വെച്ച് എല്ലാവരും കേൾക്കുന്ന മാതിരി ദക്ഷൻ പറഞ്ഞ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന ആ പരുഷമായ വാക്കുകളൊക്കെ ഒന്ന് ഓർത്തിട്ട് പതുക്കെ ഒന്ന് മന്ദഹസിച്ചുകൊണ്ട് മഹാദേവൻ സതീദേവിയോട് ഇപ്രകാരം മറുപടി പറഞ്ഞു. ആ പറഞ്ഞ വാക്കുകൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് കേട്ടോ. ഇന്നും ഈ കാലത്തും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണത്. ശ്ലോകം 16 ശ്രീ ഭഗവാൻ ഉവാച. ഭഗവാൻ സതീദേവിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ത്വയാ ഉദിതം ശോഭനം ഏവ ശോഭനേ അനാഹുത അഭിയന്തി ബന്ധുഷു തേ യദി അനുത്പാദിത ദോഷദൃഷ്ടയഃ ബലീയസ അനാത്മ്യമതേന മന്യുന ബലീയസ അനാത്മ്യമതേന മന്യുന ത്വയാ. അതായത് ഇവിടെ ഭഗവാൻ പറയാണ് ശോഭനെ എന്ന് വിളിക്കുന്നത് സതീദേവിയെ. അല്ലയോ പ്രിയപ്പെട്ടവളെ, ത്വയാ ഉദിതം, ദേവി പറഞ്ഞതെല്ലാം ശോഭനം ഏവ, സത്യമാണ്. ദേവി പറഞ്ഞതിൽ തെറ്റില്ല, ദേവി പറഞ്ഞതെല്ലാം സത്യമാണ്. അതായത് അവസാനം എന്താ പറഞ്ഞത്? തീർച്ചയായിട്ടും നമുക്ക് അവിടേക്ക് പോകാനുള്ള അവകാശമുണ്ട്, ക്ഷണിച്ചില്ലെങ്കിലും. കാരണം നമുക്കൊരു ഏറ്റവും അടുത്ത സുഹൃത്താണെങ്കിലും ഗുരുവാണെങ്കിലും ഭർത്താവാണെങ്കിലും സ്വന്തം പിതാവിൻ്റെ ഗൃഹത്തിലേക്കും ക്ഷണിച്ചാലേ ചെല്ലാൻ പാടുള്ളൂ എന്നില്ല. ക്ഷണിക്കാതെയും നമുക്ക് ചെല്ലാം എന്ന് സതി പറഞ്ഞില്ലേ? ആ ദേവി പറഞ്ഞതെല്ലാം സത്യമാണ്. എന്നിട്ട് പറയാണ് അനാഹുതഹ അഭി, ക്ഷണിച്ചില്ലെങ്കിൽ പോലും അഭിയന്തി, പോകാം, ബന്ധുഷു, നമുക്ക് ഉറ്റ ബന്ധുക്കളായിട്ടുള്ളവരുടെ വീട്ടിലേക്ക് അവർ ക്ഷണിച്ചില്ലെങ്കിൽ പോലും നമുക്ക് പോകാം. അതിലൊരു തർക്കമില്ല, അത് ശരിയാണ്. പക്ഷേ അവിടെ ഒരു കാര്യമുണ്ട്. ഈ ബന്ധുക്കള് അവർ, ഈ ബന്ധുക്കൾ യതി അനുത്പാദിത ദോഷദൃഷ്ടയഃ, ഈ ബന്ധുക്കൾ ആരാണോ അവർ അനുത്പാദിത ദോഷദൃഷ്ടയഃ എന്ന് വെച്ചാൽ മറ്റുള്ളവരിൽ ഒരു ദോഷം കാണാതെ എല്ലാവരെയും ഒരുപോലെ കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ബന്ധുക്കളാണെങ്കിൽ മാത്രം അങ്ങോട്ട് പോകാം. ഇനി പറയാണ് അല്ലാതെ ബലീയസ എന്നുവെച്ചാൽ വളരെ വലിയ രീതിയിൽ അനാത്മ്യമതേന, ആത്മാവ് അനാത്മം എന്ന് വെച്ചാൽ ആത്മാവിനെ അറിയാതെ ജീവിക്കുന്നവർ എന്ന് വെച്ചാൽ എന്താർത്ഥം? ശരീരബോധത്തിൽ ഞാൻ ഇതാണ്, ഈ ശരീരമാണ്. അപ്പൊ എനിക്ക് അങ്ങനെ ചിന്തിക്കുന്ന എനിക്ക് ബന്ധുക്കളുണ്ട് ഇല്ലേ, സുഹൃത്തുക്കളുണ്ട്, ബന്ധുക്കളുണ്ട്, പിന്നെ അറിയുന്നവരുണ്ട്, അയൽക്കാരുണ്ട്, ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട്, ഇഷ്ടമുള്ളവരുണ്ട്. ഞാൻ ആത്മാവാണ് എന്നറിയുന്നവന് ഇതെന്തെങ്കിലും ഉണ്ടോ? ഇല്ല. കാരണം അവന് ഈ ലോകത്ത് മുഴുവനും ആത്മാവിനായിട്ട് തന്നെ, ആത്മാവായി തന്നെ ദർശിക്കാൻ കഴിയുള്ളൂ, ശരീരത്തെ ദർശിക്കാൻ കഴിയില്ല. ഞാൻ ഇതാണ് എന്ന് ചിന്തിക്കുന്ന, ഈ രൂപമാണ് ഞാൻ എന്ന് ചിന്തിക്കുന്നവന് അവർക്കാണ് താമസിക്കാൻ വീട്, ഇതെൻ്റെ ഭൂമി, ഇതെൻ്റെ ബന്ധുക്കൾ, ഇതെൻ്റെ മിത്രങ്ങൾ, അത് ബാക്കിയുള്ളവരൊന്നും എൻ്റെയല്ല. അപ്പൊ പ്രിയപ്പെട്ടവര് അപ്രിയമുള്ളവര്, ഈ വേർതിരിവ് ഈ ശരീരബോധത്തിൽ ഇരിക്കുന്നവർക്കാ. അതാണ് പറയുന്നത് ആത്മാവിനെ അറിയാതെ ശരീരബോധത്തിലിരുന്ന് മതേന അഹങ്കരിച്ച് മന്യുന, വളരെ വലിയ മന്യുന എന്ന് വെച്ചാൽ ശത്രുത മറ്റുള്ളവരോട് വെച്ചു പുലർത്തുന്ന ബന്ധുക്കളാണെങ്കിൽ ദേവി ഈ പറഞ്ഞ കാര്യം നടപ്പിലാക്കാൻ പാടില്ല. അതാണ് പറഞ്ഞത്. അപ്പോൾ അല്ലയോ ദേവി പറഞ്ഞതെല്ലാം ശരിയാണ്. നമ്മുടെ ഉറ്റ ബന്ധുക്കളുടെ വീട്ടിലേക്ക് നമുക്ക് ക്ഷണിച്ചില്ലെങ്കിലും ചെല്ലാനുള്ള അവകാശമുണ്ട്. പക്ഷേ ആ ബന്ധുക്കള് ആരാണോ, ആ ബന്ധുക്കൾ ഏറ്റവും ഉറ്റ ബന്ധുക്കൾ, അവർ എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്ന ഏകചിന്തയുള്ളവരാണെങ്കിൽ, ആരോടും ശത്രുതയോ വെറുപ്പോ ഇല്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെന്ന് കയറാം. നമ്മൾ ക്ഷണിച്ചില്ലെങ്കിലും നമ്മൾ ചെല്ലണ കാണുമ്പോൾ അവർ സന്തോഷത്തോടെ സ്വീകരിക്കും നമ്മളെ. അതേസമയം ശരീരബോധത്തിൽ വർത്തിച്ചുകൊണ്ട് ഇരുന്നു കൊണ്ട് ഇവരെയൊക്കെ എനിക്ക് ഇഷ്ടമുണ്ട്, ഇവരെ ഒന്നും എനിക്ക് ഇഷ്ടമില്ലാത്തവർ എന്ന് പറഞ്ഞ് വേർതിരിച്ച് ഇങ്ങനെ അഹങ്കരിച്ച് കുറേ ആൾക്കാരെ ശത്രുക്കളും കുറേ പേരെ മിത്രങ്ങളാക്കി വെക്കുന്ന ബന്ധുക്കളാണ് ഈ പറഞ്ഞ ഉറ്റ ബന്ധുക്കളെങ്കിൽ ക്ഷണിച്ചില്ലെങ്കിൽ നമ്മൾ ചെല്ലാൻ പാടില്ല. അതാണ് പറഞ്ഞു കൊടുക്കുന്നത്. അവിടെയാണ് കണ്ടോ, തത്വം പറയുമ്പോൾ ശരിയാണ്. ഉറ്റമിത്രമാണെങ്കിൽ, പിതാവാണെങ്കിലും, ഭർത്താവാണെങ്കിലും, ഗുരുവാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചെല്ലാം, അത് തത്വമാണ്. പക്ഷെ സാഹചര്യം എന്താ? ഈ പറയുന്ന ബന്ധുക്കളുടെ സ്വഭാവം ഇങ്ങനെയാണെങ്കിൽ
ആ ബന്ധുക്കളുടെ ക്യാരക്ടറും കൂടി നോക്കണം. അവരിങ്ങനെയുള്ളവരാണെങ്കിൽ അവിടെ ദേവി പറയുന്ന സത്യത്തിന് ന്യായം അത് ആ ന്യായത്തിന് അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. ആ ന്യായത്തെ അവിടെ നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. കാരണം ഇവരുടെ സ്വഭാവം എങ്ങനെയാ, ഇവരാ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ക്ഷണിക്കാത്തത്. ഇഷ്ടമുള്ളവരോടൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ ഇഷ്ടമില്ലാത്തവർ ക്ഷണിക്കപ്പെടാതെ അവിടെ വന്ന് ചെന്ന് കയറുമ്പോൾ തീർച്ചയായിട്ടും ഇവർ അതിനെ എതിർക്കും, പരിഹസിക്കും, അപമാനിക്കും. അത് താങ്ങാനുള്ള ശക്തി നമുക്കില്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ അവിടെ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് പോകാതിരിക്കുകയല്ലേ. അതാണ് ഭഗവാൻ പറഞ്ഞത്. ന്യായം എല്ലായിടത്തും ഒരുപോലെ നമുക്ക് സ്വീകാര്യമാവില്ല. ശ്ലോകം 17. എന്നിട്ട് പറയാണ്, വിദ്യ തപഃ വിത്ത വഭു വയ കുലൈഹി സദാം ഗുണൈഹി ഷഡ്ഭിഹി അസത്തമ ഇതരൈഹി സ്മൃതൗ ഹദായാം ഭൃതമാന ദുർദൃശഃ സ്തബ്ധാ ന പശ്യന്തി ഹി ധാമ ഭൂയസാം. വിദ്യാ തപോ വിത്ത വഭൂ വയഃ കുലൈഹി സദാം ഗുണൈഹി ഷഡ്ഭിഹി അസത്തമ ഇതരൈഹി സ്മൃതൗ ഹദായാം ഭൃതമാന ദുർദൃശഃ സ്തബ്ധാ ന പശ്യന്തി ഹി ധാമ ഭൂയസാം. അതായത് വിദ്യ 6 ഷഡ്ഭി എന്ന് വെച്ചാൽ 6 ഗുണങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് കേട്ടോ. വിദ്യാഭ്യാസം, തപസ് എന്ന് വെച്ചാൽ ദൃഢനിശ്ചയത്തോടു കൂടി ഒരു കാര്യം ചെയ്യാനുള്ള കഴിവ്, വിത്ത സമ്പത്ത്, വപു നല്ല സൗന്ദര്യമുള്ള ശരീരം, വയഹ യൗവനകാലം, കുലൈഹി കുലമഹിമ. ഈ 6 ഗുണങ്ങളും സദാം ഗുണൈഹി സാത്വികമായ മനസ്സുള്ള സജ്ജനങ്ങൾക്ക് അവരിലുണ്ടാകുന്ന നല്ല ഗുണങ്ങളാണ് ഈ 6 ഗുണങ്ങളും. അതാണ് സദാം ഗുണൈഹി എന്ന് പറയുന്നത്. വിദ്യാഭ്യാസം, ദൃഢനിശ്ചയം, സമ്പത്ത്, സൗന്ദര്യം, യൗവനം, കുലമഹിമ. ഈ 6 ഗുണങ്ങളും സജ്ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നല്ല ഗുണമാണ്. അത് അവരുടെ ഏറ്റവും ശ്രേഷ്ഠതയാണ്. പക്ഷേ അസത്തമ ഇതരൈഹി, സജ്ജനങ്ങളല്ലാത്ത അസത്തുക്കൾ എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങളല്ലാത്ത ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ 6 ഗുണം കിട്ടിയാൽ, അതായത് നല്ല വിദ്യാഭ്യാസം, നല്ല സൗന്ദര്യം, ഇഷ്ടം പോലെ പൈസ, നല്ല യൗവനകാലം, കുലമഹിമ, നല്ല കുലത്തിൽ ജനിക്കുക, പിന്നെ നല്ല ദൃഢനിശ്ചയമൊക്കെ ഉള്ള മനസ്സുറപ്പുള്ള മനസ്സ്, ഇതൊക്കെ അസത്തുക്കളായിട്ടുള്ള, അതായത് സച്ചിന്തയില്ലാത്തവർക്കാണ് ഈ ഗുണം കിട്ടുന്നത് എങ്കിൽ അതിൻ്റെ ദോഷം എന്താണെന്നാണ് പറയുന്നത്. സ്മൃതൗ ഹദായാം, സ്വബോധം നഷ്ടപ്പെടുന്നു, സ്തബ്ധഃ അഹങ്കരിച്ചുകൊണ്ട്, സ്മൃതൗ ഹദായ ഞാൻ ആരാന്നുള്ള ആ ബോധം വരെ അവർ നശിച്ചു പോകും. ആ സ്വബോധം നഷ്ടപ്പെട്ട് ഭൃതമാന ദുർദൃശഃ, മറ്റുള്ളവരിൽ ദോഷം കണ്ടിട്ട് അങ്ങനെ ഇരിക്കുന്ന അവർ ഹി ധാമ ഭൂയസാം, അവരെക്കാൾ മുകളിലുള്ള മഹാത്മാക്കളുടെ മഹത്വത്തെ ന പശ്യന്തി, കാണില്ല. കാരണം അവരാണ് ഏറ്റവും വലുത്. പണം കൊണ്ടുണ്ട്, സമ്പത്ത് കൊണ്ടുണ്ട്, കുലമഹിമ കൊണ്ടുണ്ട്, വിദ്യാഭ്യാസം കൊണ്ടുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിൽ, പിന്നെ യൗവനകാലം, നല്ല ആരോഗ്യമുള്ള പ്രായം, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു അസത്തായിട്ടുള്ള ചിന്തയുള്ള ദുഷ്ട മനസ്സുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതവൻ അവൻ്റെ അഹങ്കാരം കൂട്ടുമ്പോൾ ഞാനാണ് എല്ലാവരേക്കാളും മുകളിൽ എന്നൊരു തോന്നൽ വരും. ആരെയും ബഹുമാനിക്കാൻ തോന്നിയില്ല, എല്ലാവരും എന്നെ ബഹുമാനിക്കണം എന്നുള്ള ചിന്ത വരും. അതാണ് പറയണേ ധാമ ഭൂയസാം എന്ന് പറയുന്നത്. തന്നേക്കാൾ മുകളിലുള്ള ഒരു മഹാത്മാവിനെ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ മഹാത്മ്യം എന്താന്ന് തിരിച്ചറിയാൻ ന പശ്യന്തി, കഴിയില്ല. കാരണം അഹങ്കാരം വന്ന് മൂടി. ഒന്നിനും കുറവില്ലല്ലോ. പണവും സൗന്ദര്യവും സുഖവും കുലമഹിമയും എല്ലാം വിദ്യാഭ്യാസവും എല്ലാം ഉണ്ടെങ്കിൽ പിന്നെ ആരുടെ മുന്നിലാണ് താഴ്ന്നു കൊടുക്കേണ്ടേ? ദൈവത്തിൻ്റെ മുന്നിൽ പോലും താഴില്ല അല്ലേ? അത്രയും ഈഗോലെ ആയിരിക്കും അവരിയ്ക്കുക. അതാണ് ഇവിടെ ദക്ഷനെ സംബന്ധിച്ചത്. പ്രജാപതിയാണ്, എല്ലാതും നേടിയിട്ടുണ്ട്. അതിൽ കൂടാതെ ബ്രഹ്മാവ് പ്രജാപതിമാരുടെ വരെ അധിപനാക്കി നിർത്തിയപ്പോൾ അഹങ്കാരായി. അപ്പോൾ അറിവ്, ദൃഢനിശ്ചയം, സമ്പത്ത്, സൗന്ദര്യം എല്ലാം, കുലമഹിമ ഒക്കെ കിട്ടിയപ്പോൾ അത് അഹങ്കാരമായപ്പോൾ തന്നേക്കാൾ മഹാത്മ്യമുള്ള ഒരാളെ കാണുമ്പോൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാ. അതാണ്. അപ്പോൾ അവരുടെ മഹത്വം മനസ്സിലാക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഈ 6 ഗുണങ്ങളും സജ്ജനങ്ങളുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠത, സജ്ജനങ്ങളിലാണ് ഈ 6 ഗുണങ്ങളും ഉണ്ടാവുക. ശ്ലോകം 18. ന ഏതാദൃശാനാം സ്വജന വ്യപേക്ഷയാ ഗൃഹാൻ പ്രദീയാത് അനവസ്ഥിത ആത്മനാം യേ അഭ്യാഗതാൻ വക്രധിയ അഭിചക്ഷതേ ആരോപിത ബ്രുബി
അമർഷണ അക്ഷിഭിഹി ന ഏതാദൃശാനാം സ്വജന വ്യപേക്ഷയാ ന എന്നുവെച്ചാൽ അരുത്, ഏതാദൃശാനാം ഇതുപോലെയുള്ളവർ, അതായത് ഇപ്പം ഈ പറഞ്ഞില്ലേ ഈ ഒരു 6 ഗുണങ്ങളും ഒരു അസത്തായിട്ടുള്ള ആൾക്കാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ഇങ്ങനെയുള്ളവർ സ്വജന വ്യപേക്ഷയെ അവർ സ്വന്തക്കാരാണെങ്കിൽ പോലും, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അടുത്ത ബന്ധുവാണെങ്കിൽ പോലും ഗൃഹാൻ അവൻ്റെ വീട്ടിലേക്ക്, എന്നിട്ട് ഏറ്റവും ആദ്യത്തെ ശ്ലോകത്തിലെ ആ ന എന്ന വാക്കെടുക്കുക, ന പ്രതീയാത് പോവരുത് എന്ന, പ്രതീയാത് എന്ന് വെച്ചാൽ പോവുക, ന പ്രതീയാത് പോവരുത്. കാരണം അനവസ്ഥിത ആത്മന നല്ല ഒരു ബുദ്ധിയും മനസ്സും ഉള്ള ആളുകളല്ല അവര്, നമ്മുടെ ബന്ധുക്കളാണ്. പക്ഷേ മനസ്സും ബുദ്ധിയും നല്ലതല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഇത്തരക്കാരുടെ അടുത്തേക്ക് പോകാൻ പാടില്ല. നമ്മൾ സ്നേഹം കൊണ്ടാ, അവകാശം ഉണ്ടല്ലോ എന്ന് നമുക്ക് ചിന്ത വരുന്നത് നമ്മുടെ സ്നേഹം കൊണ്ടാണ്. പക്ഷേ ആ മനഃശുദ്ധി അവർക്കില്ലെങ്കിൽ, അധികാര തിമിരം ബാധിച്ചവരാണ്, പണത്തിൻ്റെ തിമിരം ബാധിച്ചവരാണ് അവരെങ്കിൽ ഒരിക്കലും അവരുടെ അടുത്തേക്ക് നമ്മൾ പോവാൻ പാടില്ല. എന്നിട്ട് പറയാണ്, കാരണം അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ ആരാണോ അഭ്യാഗതാൻ എന്ന് വെച്ചാൽ പറയാതെ ക്ഷണിക്കപ്പെടാതെ വരുന്ന അവരെയാണ് അതിഥി എന്ന് വിളിക്കുന്നത്. പറഞ്ഞ് തീരുമാനിച്ചു വരുന്നവനെയല്ല, പറയാതെ, അല്ലാതെ നമ്മളെ ഞാൻ വരുന്നുണ്ട് എന്ന് വിളിച്ചു പറയാതെ കയറി വരില്ലേ, പെട്ടെന്ന് കയറി വരുന്ന അവരെയാണ് അതിഥി എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള അതിഥികൾ കയറി വരുമ്പോൾ ആരാണോ വക്രബുദ്ധി എന്ന് വെച്ചാൽ ഉള്ളിൽ ഇഷ്ടമില്ല, പറഞ്ഞില്ലല്ലോ, ഇപ്പം ഇവരെന്തിനാ ഇപ്പം ഇങ്ങോട്ട് കയറി വന്നേ, പക്ഷെ അത് പറയാൻ പറ്റില്ല. അപ്പോൾ ഉള്ളുകൊണ്ട് ആ വന്നത് ഇഷ്ടമില്ലാതെ അഭിചക്ഷുത എന്ന് വെച്ചാൽ തുറിച്ചു നോക്കുക, ആരോപിത ബ്രുബി എന്ന് വെച്ചാൽ ആ ഒരു താല്പര്യക്കുറവ് ആ മുഖത്ത് കാണിച്ച് പുരികൊക്കെ ഒന്ന് നെറ്റിയൊക്കെ ഒന്ന് ചുളിച്ചിട്ട്, അമർഷണ അക്ഷിബി ദേഷ്യം കൊണ്ടുള്ള കണ്ണുകളാൽ അഭിചക്ഷതേ തുറിച്ചു നോക്കുന്ന അങ്ങനെയുള്ള വീടുകളിലേക്ക് ഒരിക്കലും ചെല്ലരുത് എന്ന്. അത് ബന്ധുക്കളാണെങ്കിൽ പോലും പോകാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ അധികാരം കൊണ്ടും പണം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും യൗവനം കൊണ്ടും ഒക്കെ എല്ലാം കുലമഹിമ കൊണ്ടൊക്കെ അഹങ്കരിച്ച് നിൽക്കുന്നവർ, അത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ബന്ധുവാണെങ്കിൽ പോലും അങ്ങനെയുള്ളവരുടെ വീട്ടിലേക്ക് അവർ വിളിക്കാതെയും പറയാതെയും കയറി ചെല്ലുന്ന അതിഥികളുടെ മുഖത്ത് ഉള്ളുകൊണ്ട് ഇഷ്ടമില്ലാതെ നെറ്റി ചൊളിച്ച് ഉള്ളിൽ കോപം വെച്ചുകൊണ്ട് തുറിച്ചു നോക്കുന്ന കണ്ണുകളോടുകൂടി നിൽക്കുന്ന അങ്ങനെയുള്ള ബന്ധുക്കളുടെ വീട്ടിലേക്ക് ഒരിക്കലും ചെല്ലാൻ പാടില്ല. മനഃശുദ്ധിയില്ലാത്ത, ബുദ്ധിശുദ്ധിയില്ലാത്ത അങ്ങനെയുള്ള ആളുകൾ, അവർ നമ്മുടെ ഉറ്റ ബന്ധുക്കളാണെങ്കിൽ പോലും അങ്ങനെയുള്ളവരുടെ വീട്ടിലേക്ക് നമ്മൾ ചെല്ലാൻ പാടില്ല. മഹാദേവന് ദക്ഷനോട് ശത്രുത ഉണ്ടായിട്ടല്ല, പക്ഷേ തിരിച്ച് ഇങ്ങട് ഒരു താല്പര്യം, ഒട്ടും ഇഷ്ടമല്ല, വൈരാഗ്യം മാത്രമേ ഉള്ളൂ എന്നറിയുമ്പോൾ വീണ്ടും താഴ്ന്ന് തല കുനിച്ച് എൻ്റെ അച്ഛനല്ലേ എന്നൊക്കെ പറഞ്ഞ്, ബന്ധുവല്ലേ എന്നൊക്കെ പറഞ്ഞ് കയറി ചെല്ലുമ്പോൾ അവർക്ക് അത് ഒട്ടും ഇഷ്ടമല്ലെങ്കിൽ അവർ ആ ഇഷ്ടക്കേട് ശരിക്കും മുഖത്തും സംസാരത്തിലും കാണിക്കും. അത് കേൾക്കുമ്പോൾ അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കൊണ്ട് മുറിയപ്പെടുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ്. വീണ്ടും ആ വാക്കുകൾ പറഞ്ഞ ആൾക്ക് പറഞ്ഞു പോയ കാര്യത്തെ 2 ദിവസം മതി മറക്കാൻ. പക്ഷേ കേട്ട വ്യക്തിയുടെ നെഞ്ചിലേറ്റ മുറിവിൽ നിന്ന് വരുന്ന രക്തം ആ ആൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഉണ്ടാവും. ആ ആൾക്കത് മറക്കാൻ പറ്റില്ല, ആ മുറിവ് ഉണങ്ങില്ല. പറഞ്ഞ ആൾക്ക് 2 ദിവസം കൊണ്ടോ 1 ദിവസം കൊണ്ടോ പറഞ്ഞത് മറക്കാം, പക്ഷെ മുറിവേറ്റവന് അത് മറക്കാൻ സാധിക്കില്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഒഴിവാക്കുന്നതാണ് വിവേകം. അതുകൊണ്ടാണ് ഉറ്റ ബന്ധുക്കൾ ഇങ്ങനെയുള്ളവരാണെങ്കിൽ അങ്ങോട്ട് പോകാതിരിക്കുകയാണ് നല്ലത് എന്ന് ഭഗവാൻ പറഞ്ഞത്. ശ്ലോകം 19. തഥാ അരിഭിഹി നഹ വ്യദതേ ശിലീമുഖൈഹി ഛേദേ അർദ്ധിത അംഗ ഹൃദയേന ദൂയത സ്വനാം യഥാ വക്രധിയാം ദുരുക്തിഭിഹി ദിവാനിശം തപ്യതി മർമ്മതാഡിതഃ. വലിയൊരു സത്യ ഭഗവാൻ ഇവിടെ പറഞ്ഞത്. തഥാ അപ്രകാരം, സ്വാനാം, ആ 3ാമത്തെ വരി എടുക്കുക. സ്വാനാം സ്വന്തക്കാര്, യഥാ എപ്രകാരമാണോ, വക്രതിയ നമ്മളോടൊരു ഇഷ്ടമില്ലാതെ, വക്രതിയ എന്ന് വെച്ചാൽ ഒരു വളഞ്ഞ ബുദ്ധി, കളങ്കമുള്ള മനസ്സോടെ, ദുരുക്തിബിഹി, അതായത് ദുരുക്തുബിഹി എന്ന് വെച്ചാൽ ഒരു
പരുഷമായ വേദനിപ്പിക്കുന്ന വാക്കുകളാൽ നമ്മളുടെ മർമ്മതാഡിത ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ നമ്മളുടെ സ്വന്തക്കാരായിട്ടുള്ള ആളുകൾ നമ്മളോട് ഇഷ്ടമില്ലാതെ നമ്മുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ നമ്മളോട് പരുഷമായ വാക്കുകൾ പറഞ്ഞാൽ ദിവാ നിശം രാവും പകലും തപ്യതി നമ്മളെ അതിങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ സ്വന്തക്കാരങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മുറിവേൽക്കുന്ന മനസ്സ് മുറിവേൽക്കുന്ന വാക്കുകൾ നമ്മളോട് ബന്ധുക്കളെ ഏറ്റവും അടുത്ത് അവർ പറയുമ്പോൾ അത് രാവും പകലും ഉറക്കമില്ലാതെ കുറേ വർഷങ്ങളോളം ചിലരുടെയൊക്കെ ഉള്ളിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ വേദന അങ്ങനെ തന്നെ ഇരിക്കും. അതേസമയം തഥാ എന്നാൽ അരിബിഹി നമ്മുടെ ശത്രുക്കള് ശിലീമുഖൈഹി അസ്ത്രങ്ങളാൽ അർദ്ധിത അംഗഹ നമ്മുടെ ശരീരത്തിൽ ഏൽപ്പിച്ചാലും ന്യാവേദതേ നമുക്ക് ശരീരത്തിനെ വേദനിക്കുള്ളൂ, മനസ്സിന് വലിയ വേദനയൊന്നും ഉണ്ടാവില്ല. ശേതേ നമ്മൾ സുഖമായിട്ട് വിശ്രമിക്കുകയും ചെയ്യും, അതായത് സ്വസ്ഥമായി ഇരിക്കുകയും ചെയ്യും, സുഖമായി ഉറങ്ങുകയും ചെയ്യും. നമ്മുടെ ശത്രുക്കള് നമ്മളെ അവരുടെ കയ്യിലെ അസ്ത്രങ്ങൾ കൊണ്ടോ ആയുധങ്ങൾ കൊണ്ടോ നമ്മുടെ ശരീരത്തിനെ ദേഷ്യം കൊണ്ടോ മുറിവേൽപ്പിച്ചാലും അത് നമ്മുടെ ശരീരത്തിനെ വേദനിക്കുള്ളൂ, മനസ്സിനെ വേദനിക്കില്ല. നമ്മൾ സുഖമായി മനസ്സിന് വേദനിക്കുമ്പോഴാണല്ലോ നമ്മുടെ സ്വസ്ഥത പോകുന്നത്, നമുക്ക് ഉറക്കമില്ലാണ്ടാവുന്നത്. നമ്മൾ സുഖമായി ഉറങ്ങുകയും ചെയ്യും. എന്നാൽ ഹൃദയേന ദൂയത ഹൃദയേന ദൂയത എന്ന് വെച്ചാൽ ഹൃദയം നീറുന്ന നമ്മുടെ സ്വന്തം ബന്ധുക്കള് നമ്മളോട് ഇഷ്ടമില്ലാതെ മനസ്സിൽ ദേഷ്യം വെച്ച് നമ്മുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ പരുഷമായ വാക്കുകൾ പറഞ്ഞാൽ രാവും പകലും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ മുറിവ് നമ്മുടെ ഉള്ളിൽ നിന്ന് പോവില്ല. ഇത് ഉണ്ടാവുമെന്നറിയാമെങ്കിൽ ആ സാഹചര്യത്തെ ഒഴിവാക്കുന്നതല്ലേ നല്ലത്, അല്ലാതെ വെറുപ്പോ വിദ്വേഷമോ അവരോട് വെച്ച് പുലർത്തുന്നത് കൊണ്ടല്ല. അത് അവരുടെ കർമ്മഫലത്തെയും കൂട്ടും. അതിൻ്റെ ദുഃഖം കൊണ്ട് നമ്മൾ ഈ ജന്മം മുഴുവൻ ഈ വേദനയും കൊണ്ട് ജീവിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തെ ബുദ്ധിപൂർവ്വം വിവേകപൂർവ്വം ഒഴിവാക്കുന്നതല്ലേ നല്ലത്. അതുകൊണ്ടാണ് പറയുന്നത് അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത് എന്ന് മഹാദേവൻ പറഞ്ഞു കൊടുക്കുന്നത്. ശ്ലോകം 20. വ്യക്തം ത്വം ഉത്കൃഷ്ടഗതേ പ്രജാപതേഹേ പ്രിയ ആത്മജാനാം അസി സുബ്രു സമ്മത അതാ അഭി മാനം ന പിതുഃ പ്രഭത്സ്യസേ മദാശ്രയാത് കഹ പരിതപ്യതേ യതഃ. എന്നിട്ട് പറയാണ് വ്യക്തമാണ് സതി. എന്താ പറഞ്ഞെന്നാ, പ്രജാപതേ ഉത്കൃഷ്ടഗതേ ഏറ്റവും ഉയർന്ന ഉത്കൃഷ്ടഗതേ ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ സ്ഥാനത്തിരിക്കുന്ന പ്രജാപതിമാരുടെ അധിപനായിട്ടുള്ള ദക്ഷൻ ത്വം നീ, ആ ദക്ഷന് നീ പ്രിയ ആത്മജാനാം അസി ഏറ്റവും പ്രിയപ്പെട്ട പുത്രിയാണ് എന്നുള്ളത് സമ്മതിക്കുന്നു ഞാൻ. അത് നീ പറഞ്ഞത് ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു. സുബ്രു എന്ന് പറഞ്ഞ അല്ലയോ സുന്ദരിയായവളെ എന്ന ഭാര്യയെ വിളിക്കുകയാണ്. ഏറ്റവും ഉയർന്ന സ്ഥാനം അലങ്കരിച്ചിരിക്കുന്ന പ്രജാപതിമാരുടെ അധിപനായ ദക്ഷന് നീ ഏറ്റവും പ്രിയപ്പെട്ട മകളാണ് എന്നുള്ളത് ശരിയാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. അതാ അഭി പക്ഷേ എങ്കിൽ പോലും ഒരു കാര്യം വ്യക്തമാണ്. എന്താണ് ആ കാര്യം എന്നോ, പിതുഹു പിതാവിൻ്റെ അടുത്ത് നിന്ന് മാനം ന ഒരു അഭിമാനം അല്ലെങ്കിൽ ഒരു ബഹുമാനം ന പ്രഭത്സ്യസേ നീ അവിടെ ചെന്ന് കയറിയാൽ നിനക്ക് ലഭിക്കില്ല. നീ ഇപ്പം ആ വീട്ടിൽ അവിടേക്ക് ചെന്ന് കയറി കഴിഞ്ഞാൽ നിന്റെ പിതാവിൻ്റെ അടുത്ത് നിന്ന് ആ സ്നേഹമോ വാത്സല്യമോ ഒരു ബഹുമാനമോ നിനക്ക് ലഭിക്കില്ല. എന്നിട്ട് പറയാണ് അതിന് കാരണം യഥഹ എന്തെന്നാൽ അതിന് കാരണക്കാരൻ ഞാനാണ്. മതാശ്രയാത്ത് അത് എന്നെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. കഹ കാരണം ആ ദക്ഷൻ പരിതപ്യതയെ നിന്നെ വേദനിപ്പിക്കും. കാരണം ദക്ഷനെ ഏറ്റവും വലിയ ശത്രു ഞാനാണ്. അപ്പം എന്നോടുള്ള ദേഷ്യം നിന്നോടുണ്ടാവും. അതുകൊണ്ടാണ് നമ്മളോട് പറയാതിരുന്നത്. അപ്പോൾ അത് പിതാവല്ലേ എന്നും പറഞ്ഞ് നീ ചെന്ന് കയറിയാൽ ദക്ഷന് ഏറ്റവും പ്രിയപ്പെട്ട പുത്രിയാണ് നീ എന്ന് എനിക്കറിയാം, സമ്മതിച്ചു. പക്ഷേ ഉറപ്പാണ് നീ ഇന്ന് എൻ്റെ ഭാര്യയാണ്. അതുകൊണ്ട് ദക്ഷന് എന്നോടുള്ള ദേഷ്യം തീർച്ചയായിട്ടും നിന്റെ പിതാവ് നിന്നോട് കാണിക്കും. നിന്നെ മാനിക്കില്ല, നിന്നെ ബഹുമാനിക്കില്ല, നിന്നെ സ്നേഹത്തോടെ സ്വീകരിക്കില്ല. അത് ഉറപ്പാണ്. അത് നിനക്ക് ലഭിക്കില്ല എന്നുള്ള കാര്യം. അതിന് കാരണക്കാരൻ ഞാനാണ്. കാരണം എന്നോട് അദ്ദേഹത്തിന് ഇഷ്ടമില്ല, അത് എന്നെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ പത്നിയായ നീ അവിടെ ചെന്ന് കയറിയാൽ അദ്ദേഹം നിന്നെ ഒരിക്കലും സ്വീകരിക്കില്ല. ഇതാണ് ഭഗവാൻ പറഞ്ഞു കൊടുത്തത്. ശ്ലോകം 21. പാപച്യമാനേന ഹൃദ ആതുരേന്ദ്രിയ സമൃദ്ധിഭിഹി പുരുഷ ബുദ്ധി സാക്ഷിണാം അകൽപ ഏഷാം അധിരോടും അഞ്ജസ പദം പരം ദ്വേഷ്ടി യഥാ അസുരാഹരിം.
പാപച്യമാനേന, പാപച്യമാനേന എന്ന് വെച്ചാൽ പൊള്ളുന്ന ഹൃദയത്തോടെ, ആതുരേന്ദ്രിയ ദുഃഖിക്കുന്ന ആള്, സമൃദ്ഭിഹി, അതായത് സമൃദ്ഭിഹി എന്ന് വെച്ചാൽ സത്കീർത്തി, പുരുഷ ബുദ്ധി സാക്ഷിണാം, ഭഗവാനിൽ ആ ഈശ്വരൻ്റെ ഭഗവാന്റെ തത്വത്തെ, അതാണ് പുരുഷ ബുദ്ധി സാക്ഷിണ, ആ ഈശ്വര തത്വത്തെ ശരിയായി അറിഞ്ഞ ഒരു ജ്ഞാനിയുടെ ആ ഒരു സമൃദ്ധിഹി എന്ന് വെച്ചാൽ സത്കീർത്തി കാണുമ്പോൾ പാപച്യമാനേന പൊള്ളുന്ന ഹൃദയമുള്ള ആതുരേന്ദ്രിയ ദുഃഖിക്കുന്ന ആള്, ഭഗവത് മാഹാത്മ്യം, ഈശ്വരൻ എന്ന തത്വം യഥാർത്ഥത്തിൽ എന്താണ് എന്ന ജ്ഞാനം നേടിയ ഒരു ജ്ഞാനിയുടെ സത്കീർത്തി. കാരണം അവരുടെ പെരുമാറ്റവും സംസാരവും ജീവിതവും അങ്ങനെ ആയിരിക്കും. അപ്പൊ അവർക്ക് സമൂഹത്തിലുള്ള എല്ലാവരുടെ ഇടയിലുമുള്ള സത്കീർത്തി കാണുമ്പോൾ ആരുടെ ഉള്ളാണോ വേദനിക്കുന്നത് എന്ന് മനസ്സിലായോ? അത് കാണുമ്പോൾ പൊള്ളുന്ന ഹൃദയമുള്ളത്, ദുഃഖിക്കുന്നത് ആരാണോ അവന്റെ കുഴപ്പം എന്താന്ന് വെച്ചാൽ യേശാം, അവർക്ക് പദം, ആ സത്കീർത്തി നേടിയ ആ മഹാത്മാവിൻ്റെ അവരിയ്ക്കുന്ന ആ പദത്തിലേക്ക് അധിരോടും അകൽപ്പ എന്ന് വെച്ചാൽ അതിലേക്ക് അധിരോട് എന്ന് വെച്ചാൽ ഉയരുവാനായിട്ട് അകൽപ്പ സാധിക്കാതെ വരുമ്പോൾ അഞ്ജസ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് പരംദ്വേഷ്ടി, അവരോട് ആരെയാണ് അസ്വസ്ഥത, അവരോട് പരംദ്വേഷ്ടി ശത്രുത ഉണ്ടാകുന്നു. എന്നിട്ട് അതിനൊരു ഉദാഹരണം പറയാണ്, യഥാ അസുര ഹരി, എപ്രകാരമാണോ അസുരന്മാർക്ക് ഭഗവാൻ ശ്രീഹരിയെ കണ്ടുകൂടാത്തത്, അതുപോലെയെന്ന് ഭഗവാൻ ശ്രീഹരി മഹാവിഷ്ണു ഈ അസുരന്മാരെന്ന് പറയുന്ന ഗണത്തിനോട് യാതൊരു ദ്രോഹവും ചെയ്തിട്ടില്ല. അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയോ അവരെ ശിക്ഷിക്കുകയോ അവരെ ദ്രോഹിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഒരു അസുരന്മാർക്കും ഭഗവാൻ ശ്രീഹരിയെ മഹാവിഷ്ണുവിനെ കണ്ടുകൂടാ, ഇഷ്ടമല്ല. അതിൻ്റെ കാരണം എന്താന്ന് വെച്ചാൽ അവർ ഈ ഭൂമിയിൽ അഹങ്കാരം അധർമ്മത്തിൻ്റെ വിത്ത് പാകുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ പരിപാലന കർമ്മം നിർവഹിക്കുന്ന മഹാവിഷ്ണു അപ്പം അവിടെ ഇടപെടും. കാരണം ഈ പ്രപഞ്ചം അതിൻ്റെ ആയുസ് തീരുന്നത് വരെ പരിപാലിച്ചുകൊണ്ട് നിലനിർത്തിക്കൊണ്ട് പോവാന്ന ഉത്തരവാദിത്വം നോക്കുന്ന ആളാണ് മഹാവിഷ്ണു. അപ്പൊ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിലുള്ള അധർമ്മം ഇവിടെ പെരുകുമ്പോൾ ഭഗവാൻ അപ്പം വരും ഒരു രൂപത്തിൽ ആ അധർമ്മത്തെ ഇല്ലാതാക്കി ധർമ്മം പുനഃസ്ഥാപിക്കാനായിട്ട്. അല്ലാതെ അസുരന്മാരോട് ദേഷ്യമോ ദേവന്മാരോട് പ്രത്യേക സ്നേഹമോ മനുഷ്യഗണത്തിനോടൊരു പ്രത്യേക സഹതാപമോ ഒന്നും ഭഗവാന്റെ മുന്നിൽ വേർതിരിവില്ല. ഒരു അസുരന്മാരെയും വെറുതെ ഇരിക്കുന്ന അസുരന്മാരെ പോയിട്ട് ഭഗവാൻ ദ്രോഹിക്കുന്നുമില്ല, അവരെ അസുരഗണത്തെ ഉന്മൂലനാശം ചെയ്യാൻ ശ്രമിക്കുന്നുമില്ല. ഒന്നും അങ്ങോട്ട് ചെയ്യാതെ തന്നെ മഹാവിഷ്ണുവിനോട് എന്തുകൊണ്ടാണ് ഈ അസുരന്മാർക്ക് ഇത്ര ദേഷ്യം? എവിടെ ചെന്നാലും അവർ കേൾക്കുന്ന നാമം മഹാവിഷ്ണുവിൻ്റെയാണ്. കാരണം പരിപാലന കർമ്മം നിർവഹിക്കുന്ന ആ വൈകുണ്ഠമൂർത്തിയുടെ പ്രഭാവവും മാഹാത്മ്യവും ഞങ്ങൾക്ക് എത്ര ബലശാലികളായിട്ടും കിട്ടണില്ലല്ലോ. ഈ ദേഷ്യമാണ് അവർക്ക് മഹാവിഷ്ണുവിനോട്. അദ്ദേഹത്തിൻ്റെ പ്രഭാവം, അദ്ദേഹത്തിൻ്റെ മഹാത്മ്യം, അദ്ദേഹത്തിൻ്റെ ഭക്തന്മാരെ കൊണ്ട് ലോകം നിറയുക. ഞങ്ങൾ എത്ര ശക്തിമാന്മാരായിട്ടും ഈ ലോകം മുഴുവൻ കീഴടക്കിയിട്ടും അസുരന്മാർ അങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഞങ്ങൾക്ക് അദ്ദേഹത്തെ പോലെ ആവാൻ പറ്റണില്ല. അപ്പോൾ ആ പ്രഭാവം കണ്ടിട്ടുള്ള അസൂയയാണ് അസുരഗണത്തിന് മഹാവിഷ്ണുവിനോട് ഇത്ര ദേഷ്യമുണ്ടാവാനുള്ള കാരണം. ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ജ്ഞാനികളായവർ ആ ഈശ്വര തത്വത്തെ അറിഞ്ഞ് ആ സത്കീർത്തിയിലേക്ക് എത്തുമ്പോൾ, അവരുടെ പ്രഭാവം കൂടുമ്പോൾ, അത് കാണുമ്പോൾ ഉള്ളിൽ ഒരു അസ്വസ്ഥതയും ഒരു ദുഃഖവും ഒരു പൊള്ളലും നീറ്റലൊക്കെ അനുഭവിക്കുന്ന ആളുകളുണ്ടല്ലോ. അവരുടെ വിഷമത്തിന് കാരണം അവരെത്ര ശ്രമിച്ചിട്ടും അവരുടെ ലെവലിലേക്ക് ഉയരാൻ, അവരുടെ പദത്തിലേക്ക് ഉയരാനായിട്ട് ഇവർക്ക് സാധിക്കുന്നില്ല. തൽഫലമായിട്ട് അങ്ങനെയുള്ള ജ്ഞാനികളെ, മഹാത്മ്യമുള്ളവരെ കാണുമ്പോൾ ഇവർക്ക് ഒരു ചെറിയ ദേഷ്യവും അസ്വസ്ഥതയും തുടങ്ങും. അത് പിന്നെ വലിയ വലിയ ശത്രുതയിലേക്ക് അവരെ കൊണ്ട് എത്തിക്കുകയാണ് സംഭവിക്കുന്നത്. മനസ്സിലായ? അപ്പൊ അതാണ് ഇവിടെ ദക്ഷനെ. അപ്പൊ ഞാൻ തൊട്ട് മുന്നത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞില്ലേ, ഞാൻ കാരണമാണ്, നീ എൻ്റെ പത്നിയാണ്, അതെ നിന്നോട് പിതാവ് സ്നേഹം കാണിക്കാത്തതിൻ്റെ കാരണം ഞാനാണ്, എന്നെ അദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതിന് ശേഷം ഈ പറഞ്ഞത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടല്ല നിന്റെ അച്ഛൻ എന്നോട് ഇങ്ങനെ ദേഷ്യം വരാൻ കാരണം. നിന്റെ അച്ഛൻ്റെ ഉള്ളിലുള്ള പ്രശ്നം അതാണ്. എൻ്റെ പ്രഭാവം, ഞാൻ എന്ന മഹാദേവന്റെ പ്രഭാവം കാണുമ്പോൾ ഏറ്റവും സമ്പന്നനും
തപസ് ചെയ്തവനും ദൃഢനിശ്ചയമുള്ളവനും കുലമഹിമയും പണവും യൗവനവും ശക്തിയും ഒക്കെ തികഞ്ഞപ്പോൾ എന്നിട്ടും എനിക്ക് മഹാദേവനെ പോലെ എത്താൻ പറ്റുന്നില്ലല്ലോ എന്ന ഒരു അസ്വസ്ഥത ദക്ഷന്റെ മനസ്സിലുണ്ട്. അതാണ് ദക്ഷന് മഹാദേവനോട് ആദ്യമേ തന്നെ ഈ ദേഷ്യമുണ്ടാവാനായിട്ടുള്ള കാരണം. ദേവാദിദേവനെ പോലും ചൊൽപ്പടിക്ക് കിട്ടാനാണ് ദക്ഷൻ ആഗ്രഹിക്കുന്നത്, അത് സാധിക്കുന്നില്ലല്ലോ, അതാണ് കാരണം. അല്ലാതെ ഞാനും ഒന്നും നിന്റെ അച്ഛനോട് ചെയ്തിട്ടല്ല എന്ന് സതീദേവിയോട് പറയണം. ശ്ലോകം 22. പ്രത്യുദ്ഗമ പ്രശ്രയണ അഭിവാദനം വിധീയതേ സാധു മിതഃ സുമധ്യമേ പ്രാജ്ഞേ പരസ്മൈ പുരുഷായ ചേതസ ഗുഹാശയാ ഏവ ന ദേഹമാന്യനെ. ഭഗവാൻ ഒരു വലിയ തത്വം പറയാണ് കേട്ടോ. സുമധ്യമേ, അല്ലയോ ദേവി, സതീദേവിയോട് പറയാണ്. പ്രത്യുദ്ഗമ എന്ന് വെച്ചാൽ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് നിൽക്കുക ഒരാളെ കാണുമ്പോൾ. പ്രശ്രയണ, സ്വാഗതം ചെയ്യുക, സ്വീകരിക്കുക. അഭിവാദനം, നമസ്കരിക്കുക. ഇതെല്ലാം മിതഃ എന്ന് വെച്ചാൽ പരസ്പരം ചെയ്യുന്നത് സാധാരണ മനുഷ്യൻ്റെ സാമൂഹ്യ മര്യാദകളാണ്. ഒരാളെ കാണുമ്പോൾ, മുതിർന്നവരെയോ ഗുരുനാഥനെയോ പ്രായമായവരെയൊക്കെ കാണുമ്പോൾ സാധാരണ മനുഷ്യർ ചെയ്യുന്ന വേദവിധി പ്രകാരമുള്ള ഒരു ആചാരക്രമം, ഒരു സാമൂഹ്യ മര്യാദയാണ് ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുക, അവരെ സ്വാഗതം ചെയ്യുക, അവർ വീട്ടിലേക്ക് കയറി വരുമ്പോൾ സ്വാഗതം ചെയ്യുക, എവിടെയാണെങ്കിലും അവരെ നമസ്കരിക്കുക, പാദം തൊട്ട് നമസ്കരിക്കുക. ഇതൊക്കെ സാധാരണ മനുഷ്യർ പരസ്പരം ചെയ്യുന്ന സാമൂഹ്യ മര്യാദകളാണ് ദേവി. എന്നിട്ട് പറയുകയാണ്, എന്നാൽ പ്രാജ്ഞയെന്ന് വെച്ചാൽ ഒരു ജ്ഞാനി, ശരീരമല്ല ഞാൻ, ആത്മാവാണ് ഞാൻ എന്നറിഞ്ഞ ആത്മാരാമനായിരിക്കുന്ന ഒരു ജ്ഞാനിക്ക് ഈ ലോകത്ത് എന്തിനെ കണ്ടാലും ശരീരത്തെ കാണാൻ കഴിയില്ല. അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള പ്രാജ്ഞയെ, ഒരു ജ്ഞാനിക്ക് ഗുഹാശയ ഏവ, എല്ലാവരുടെയും ശരീരത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്ന, അതാണ് ഗുഹാശയ, ശരീരത്തിനുള്ളിൽ വസിക്കുന്ന പരസ്മൈ പുരുഷായ, ആ പരമപുരുഷനായ ഭഗവാനെ ചേതസ, മനസ്സിൽ ഉറപ്പിച്ച ഒരു ജ്ഞാനിക്ക് വിധീയതേ സാധു, ഉചിതമായ രീതിയിൽ ഒരാളെ കാണുമ്പോൾ എങ്ങനെ ബഹുമാനിക്കണമെന്ന് നന്നായി അറിയാം. അവനത് ആത്മാവിനെ ബഹുമാനിക്കുന്നത് മനസ്സുകൊണ്ടാണ്. ശരീരം കൊണ്ട് നടത്തുന്ന ബഹുമാനം ശരീരത്തിനെ കൊടുക്കുന്നതാണ്. ശരീരത്തിനോട് ഇപ്പോൾ ഒരാൾ കയറി വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക, കാല് തൊട്ട് നമസ്കരിക്കുക, സ്വാഗതം ചെയ്യുക, ഇതൊക്കെ ആ ശരീരബോധത്തിൽ ഇരിക്കുന്നവർ ശരീരം ടു ശരീരം, ഒരു ശരീരത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു ശരീരത്തെ സ്വീകരിക്കുന്നു. ശരീരബോധത്തിൽ ഇരിക്കുന്ന സാധാരണക്കാർ ചെയ്യുന്നതാണത്. പക്ഷേ ആത്മാരാമനായി കഴിയുന്ന, എല്ലാവരുടെയും ഉള്ളിൽ വസിക്കുന്ന ഒരേ ഒരു ആത്മചൈതന്യത്തിൽ മനസ്സുറപ്പിച്ചു കഴിയുന്ന ആ ഭഗവാനിൽ മനസ്സുറച്ച ഒരു ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്, മനസ്സുകൊണ്ടാണ് ആ ആത്മാവിനെ അവൻ ബഹുമാനിക്കുന്നത്. പക്ഷേ ദേഹമാനിന നഹ, ഒരു ദേഹചിന്തയുള്ള സാധാരണ മനുഷ്യന് അത് മനസ്സിലാവില്ല. നഹ, അറിയില്ല എന്ന് മനസ്സിലായോ? അപ്പം നിന്റെ പിതാവ് ഞാൻ എഴുന്നേറ്റില്ല, വാക്കുകൊണ്ട് പോലും ഉചിതമായതൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞാണ് ഈ ശത്രുത കാണിക്കുന്നത്. ദേഹചിന്തയിൽ ഇരിക്കുന്നവർക്ക് ഒരു ജ്ഞാനിയുടെ ഉള്ളിൽ നിന്നും വരുന്ന റെസ്പെക്റ്റ് എന്താണെന്ന്, ബഹുമാനവും സ്നേഹവും ആദരവും എന്താണെന്ന് സാധാരണക്കാർക്ക്, ദേഹബോധത്തിൽ ഇരിക്കുന്നവർക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. അവർ അവനവൻ്റെ ഉള്ളിലും മറ്റുള്ളവരുടെ ഉള്ളിലും ഇരിക്കുന്ന ആത്മാവായിരിക്കുന്ന ഈശ്വരനെ മനസ്സാലാണ് ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത്. ശരീരം കൊണ്ടുള്ള ബാഹ്യമായ ചേഷ്ടകളൊന്നും അവർക്കതിന് ആവശ്യമില്ല. അതൊക്കെ ശരീരത്തിൽ ഇരിക്കുന്നവർ ശരീരം കൊണ്ട് ചെയ്യുന്ന സാമൂഹ്യ ആചാരക്രമങ്ങളാണ് എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം ഞാൻ അന്ന് എഴുന്നേൽക്കാതെ ഇരുന്നത് എനിക്ക് അദ്ദേഹത്തിനോട് യാതൊരു ദേഷ്യം ഉണ്ടായിട്ടല്ല. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ജ്വലിച്ചു നിൽക്കുന്ന ആ ആത്മാവായിരിക്കുന്ന ശക്തിയെ ഞാൻ മനസ്സുകൊണ്ട് ഉചിതമാവണ്ണം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നുണ്ട്, അന്നും ഇന്നും ഇപ്പോഴും. പക്ഷേ ദേഹബുദ്ധിയിലിരിക്കുന്ന ദക്ഷൻ അത് മനസ്സിലായില്ല. അതാണ് ആ പ്രശ്നം. ശ്ലോകം 23. സത്വം വിശുദ്ധം വസുദേവ ശബ്ദിതം യദ് ഈയതേ തത്ര പുമാൻ അപാവൃതഃ സത്വേ ച തസ്മിൻ ഭഗവാൻ വാസുദേവഃ ഹി അദോക്ഷജഃ മേ നമസ വിധീയതേ. എന്നിട്ട് വലിയൊരു തത്വം ഭഗവാൻ സതീദേവിക്ക് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. ഈ ഉള്ളിലിരിക്കുന്ന
ആത്മാവ് എന്ന് പറഞ്ഞില്ലേ, ആത്മാരാമനായിരിക്കുന്ന ഒരു ജ്ഞാനി, എല്ലാവരുടെയും ഉള്ളിൽ വസിക്കുന്ന ആ പരമപുരുഷനെ ഉള്ളുകൊണ്ട് ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. എൻ്റെ ഉള്ളിലും സർവചരാചരങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ആ പരമപുരുഷനെ. ആ പരമപുരുഷൻ ആരാണെന്നാണ് മഹാദേവൻ പറയുന്നത്. വാസുദേവ ശബ്ദിതം. വാസുദേവൻ എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം സത്വം വിശുദ്ധം. വിശുദ്ധം എന്ന് വെച്ചാൽ പരിപൂർണമായും ശുദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള സത്വം എന്നാൽ അവബോധമാണ്. മനസ്സിലായോ? ഈശ്വരൻ എന്നത് ഈ ഒരു ചെറിയൊരു അധ്യായത്തിൽ മഹാദേവൻ്റെ ഈ സതീദേവിയുടെയും ഈ സംഭാഷണത്തിൽ നിന്നും വലിയൊരു സന്ദേശം നമുക്കിന്ന് കിട്ടുകയാണ്. വാസുദേവൻ എന്ന ശബ്ദത്തിനർത്ഥം വാസുദേവ ശബ്ദിതം. ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ ശബ്ദം കൊണ്ട്, വാസുദേവൻ എന്ന വാക്കുകൊണ്ട് ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിപൂർണമായും ശുദ്ധമായിട്ടുള്ള ഒരു കലർപ്പില്ലാത്ത ജ്ഞാനമാണ്. യഥാർത്ഥ ജ്ഞാനം, അവബോധം എന്നതിനെ പറയും. ഞാൻ ആര് എന്ന അവബോധം, അതാരതിലേക്ക് എത്തിയോ അപ്പോൾ ഈശ്വരനെ അറിഞ്ഞു. കാരണം ആ അവബോധമാണ് ഭഗവാൻ വാസുദേവൻ എന്നിട്ട് പറയാണ്, അത് തത്ര അതിൽ പുമാൻ ആ പുരുഷൻ, ആ ഭഗവാൻ അപാവൃത ഒരു ആവരണവുമില്ലാതെ യത് ഈയതേ ഇങ്ങനെ സ്വയം ജ്ഞാനമായി പ്രകാശിച്ചു നിൽക്കുന്നു എന്ന്. ആ പരമപുരുഷനായ ഭഗവാൻ പരമാത്മാവ്, അദ്ദേഹത്തിന് ഒരു കലർപ്പുമില്ല, ഒരു ആവരണവുമില്ലാതെ, മായയുടെ ഒന്നും ഒരു ആവരണവും കലർപ്പുമില്ലാതെ പരിപൂർണമായും പരിശുദ്ധമായി ഇങ്ങനെ അവബോധമായി, യത് ഈയതേന്ന് വെച്ചാൽ ഇപ്രകാരം അവബോധമായി ഇങ്ങനെ പ്രകാശിച്ചു നിൽക്കുന്നു. ആ ജ്ഞാനം, അവബോധം. എന്നിട്ട് പറയാണ് സത്വേ ആ അവബോധത്തിൽ, തസ്മിൻ അതിൽ, ഭഗവാൻ ഭഗവാനായിട്ടുള്ള ആ ജ്ഞാനത്തെ അധോക്ഷജഃ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക്, കണ്ണുകൊണ്ടോ മൂക്കോതോ ഒരു ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല, കാണാനോ കേൾക്കാനോ ഒന്നും പറ്റില്ല. അങ്ങനെയുള്ള ഭഗവാൻ വാസുദേവനായിട്ടുള്ള ആ ജ്ഞാനത്തെ, അവബോധത്തെ മേ ഞാൻ നമസ വിധീയതേ വിധിപ്രകാരം ആദരപൂർവം എന്നും എൻ്റെ ഉള്ളുകൊണ്ട് നമസ്കരിക്കുന്നുണ്ട്. എൻ്റെ ബഹുമാനം, ഞാനാണ് എല്ലാത്തിനും മീതെ എന്നൊരു ചിന്തയുള്ളത് കൊണ്ടല്ല ഞാൻ എഴുന്നേൽക്കാതിരുന്നത്. ഞാൻ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആ അവബോധം, ആ ജ്ഞാനം, ആ യഥാർത്ഥ ഈശ്വരനെ എന്നും ഞാൻ എൻ്റെ മനസ്സാൽ നമസ്കരിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട് എന്നാണ് മഹാദേവൻ പറഞ്ഞത്. വാസുദേവൻ എന്ന ശബ്ദത്തിനർത്ഥം ഏറ്റവും ശുദ്ധമായിട്ടുള്ള, ഒരു മാലിന്യവും കലർപ്പുമില്ലാത്ത ആ അവബോധം, ആ ജ്ഞാനമാണ് ഭഗവാൻ. അങ്ങനെ ആ ഭഗവാൻ ജ്ഞാനസ്വരൂപനായിട്ട്, ജ്ഞാനമായിട്ടാണ് ആ ഭഗവാൻ പ്രകാശിച്ചു നിൽക്കുന്നത്. അങ്ങനെയുള്ള ആ ഇന്ദ്രിയങ്ങൾ കൊണ്ടും, അപ്പം നോക്കി നോക്കൂ, നമുക്ക് കണ്ണുകൊണ്ട് ആ ജ്ഞാനത്തെ കാണാൻ പറ്റുമോ? ചെവി കൊണ്ട് കേൾക്കാൻ പറ്റുമോ? ശ്വസിക്കാൻ പറ്റുമോ? തൊട്ടറിയാൻ പറ്റുമോ? ഇന്ദ്രിയങ്ങൾ കൊണ്ടൊന്നും ആ അവബോധത്തെ അനുഭവിച്ചറിയാൻ കഴിയില്ല. അങ്ങനെയുള്ള അവബോധമായിരിക്കുന്ന ആ ഭഗവാനെ ഞാൻ സദാ എൻ്റെ മനസ്സുകൊണ്ട് വേണ്ട ഉചിതമാവണ്ണം ആരാധിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നുണ്ട്, സ്തുതിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് മഹാദേവൻ വെളിവാക്കി കൊടുക്കുകയാണ് സതീദേവിക്ക്. അല്ലാതെ എൻ്റെ കുറ്റം കൊണ്ടല്ല. അത് പക്ഷേ ദക്ഷന് മനസ്സിലാവുന്നില്ല. ഞാൻ ശരീരബോധത്തിൽ നിന്ന് മുക്തനാണ്. അപ്പോൾ ഞാൻ ആ അവബോധമായിരിക്കുന്ന, ജ്ഞാനമായിരിക്കുന്ന ഭഗവാനെയാണ് ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നത്. എനിക്ക് ശരീരത്തിലിരിക്കുന്നത് ഒന്നും കാണേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ദേവാദിദേവൻ എന്ന് മഹാദേവനെ വിളിക്കുന്നത്. ഇതൊക്കെ അറിഞ്ഞിട്ടും ആ സ്ഥാനമാനങ്ങളും കുലമഹിമയും സമ്പത്തും സൗന്ദര്യവും ഒക്കെ അങ്ങോട്ട് കിട്ടുമ്പോൾ ദക്ഷന് വന്ന അഹങ്കാരമാണ്. ഞാൻ ശിവനും മീതെയാണ്, അപ്പം ശിവൻ എന്നെ ബഹുമാനിക്കണം എന്നൊരു അഹങ്കാരം. അതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ അങ്ങനെയുള്ള അഹങ്കരിച്ചിരിക്കുന്നത് സ്വന്തം പിതാവാണെങ്കിലും ഭർത്താവാണെങ്കിലും ഗുരുവാണെങ്കിലും ആരാണെങ്കിലും ആ ഭാഗത്തേക്ക് പോവരുത് എന്നാണ് ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കുന്നത്. ശ്ലോകം 24. അതുകൊണ്ട് കുറച്ചും കൂടി ഒന്ന് ഉറപ്പിച്ച് തന്നെ ഭഗവാൻ സതീദേവിയോട് പറയുകയാണ്, സതി നീ അങ്ങോട്ട് പോകണ്ട എന്ന് തന്നെ, നോ എന്ന് തന്നെ ഉറപ്പിച്ച് പറയാണ്. തത്തേ നിരീക്ഷ്യോ ന പിതാ അഭിദേഹകൃത് ദക്ഷഃ മമ ദ്വിഡ് തദനുവൃതാശ്ച യേ യഹ വിശ്വസൃഗ് യജ്ഞഗതം വരോരു മാ അനാഗസം ദുർവചസ അകരോത് തിരഹ. അനാഗസം ദുർവചസ അകരോത് തിരഹ. എന്താ പറഞ്ഞത്? തത് ആയതിനാൽ, തേ ദേവി നിന്റെ ദേഹകൃത്ത്,
ദേഹം നിനക്ക് നൽകിയ പിതാവാണ് ദക്ഷൻ പോലും ന നിരീക്ഷ്യ, നീ അദ്ദേഹത്തെ കാണാണ്ടായിരുന്നു, നീ അങ്ങോട്ട് പോണ്ട, അദ്ദേഹത്തിന് നിന്നെ കാണാനുള്ള യോഗ്യതയില്ല. അതാ പറഞ്ഞത്. ആയതിനാൽ കൺക്ലൂഷനിൽ എത്തുകയാണ് ഭഗവാൻ. അതിനാൽ ദേവി, നിനക്ക് ശരീരം നൽകിയ നിന്റെ പിതാവാണ് ദക്ഷൻ എങ്കിൽ പോലും നീ അദ്ദേഹത്തെ കാണണ്ട, നിന്നെ കാണാനുള്ള യോഗ്യത അദ്ദേഹത്തിന് ഇല്ല. ദക്ഷ, ആ ദക്ഷൻ മമദ്വിഡ്, എന്നെ ദ്വേഷിക്കുന്നവനാണ്, എന്നെ വെറുക്കുന്നവനാണ് ആ ദക്ഷൻ. തത് അനുവൃതാഹ ച യേ, ആ ദക്ഷൻ മാത്രമല്ല, തത് അനുവൃത, ദക്ഷന്റെ അനുയായികളും എന്നെ വെറുക്കുന്നു. ദക്ഷന് കൂട്ടുനിൽക്കുന്ന അനുയായികളും ദക്ഷനും എന്നെ വെറുക്കുന്നവരാണ്. അപ്പൊ അവരുടെ അടുത്തേക്ക് നീ എന്തിനാ പോകുന്നത്? യഹ, യഹ എന്ന് വെച്ചാൽ ഏതൊരു ദക്ഷൻ വിശ്വസൃഗ്, എല്ലാ വിശ്വത്തിന്റെ സൃഷ്ടികർത്താക്കളും പ്രജാപതിമാരും യജ്ഞഗതം ഒരുമിച്ച് ചേർന്ന ആ സദസ്സിൽ വെച്ച്, വരോരു എന്ന് വെച്ചാൽ ദേവി എന്നാണ് അർത്ഥം. അല്ലയോ ദേവി, ആ സദസ്സിൽ വെച്ച് എന്നെ അനാഗസം, ഒരു തെറ്റും ചെയ്യാത്ത നിഷ്കളങ്കനായ എന്നെ ദുർവചസ, ക്രൂരമായ വാക്കുകൾ കൊണ്ട് അകരോത്ത് തീര അപമാനിച്ചത് നീ അറിഞ്ഞില്ലേ? അപ്പോ അങ്ങനെയുള്ള ആള് നിന്റെ പിതാവാണെങ്കിൽ പോലും നീ അങ്ങോട്ട് പോകരുതെന്ന് തന്നെ ഉറപ്പിച്ച് ഭഗവാൻ പറയുകയാണ്. അവസാന വാക്കായിട്ടാണ് ഭഗവാൻ അത് പറഞ്ഞത്. ആയതിനാൽ സതീദേവി, നീ നിന്റെ ശരീരം നൽകിയ പിതാവാണെങ്കിൽ പോലും ദക്ഷനെ കാണാൻ പോകരുത്. കാരണം എന്നെ വെറുക്കുന്നവനാണ് ദക്ഷനും ദക്ഷന്റെ അനുയായികളും എല്ലാവരും. അന്ന് ആ സഭയിൽ വെച്ച് എല്ലാ പ്രജാപതിമാരുടെയും ഒക്കെ മുന്നിൽ വെച്ച് ദക്ഷൻ ഒരു തെറ്റും ചെയ്യാത്ത നിഷ്കളങ്കനായ എന്നെ ക്രൂരമായ വാക്കുകൾ പറഞ്ഞ് അപമാനിച്ചത് നീ ഓർക്കുന്നില്ലേ? അവൻ എന്നെ വെറുക്കുന്നവനാണ്. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ പിതാവാണെങ്കിൽ പോലും പോകരുത്. കാരണം എന്നെ വെറുക്കുന്ന ആൾ തീർച്ചയായും എൻ്റെ ഭാര്യയെയും വെറുക്കും. അപ്പൊ നീ അവിടെ ചെന്ന് കയറിയാൽ പുത്രീ വാത്സല്യം ഒന്നും അദ്ദേഹത്തിൽ നിന്ന് നിനക്ക് കിട്ടില്ല. നിനക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത മുറിവുകളായിരിക്കും അവിടെ നിന്ന് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങോട്ട് പോകരുത് എന്ന് ഞാൻ പറയുന്നത് ആയതിനാലാണ്. അവസാന ശ്ലോകം 25. യദി വ്രജിഷ്യസി അതിഹദായ മദ്വജഃ ഭദ്രം ഭവത്യാ ന തതഃ ഭവിഷ്യതി സംഭാവിതസ്യ സ്വജനാത് പരാഭവഃ യദാ സ സദ്യോ മരണായ കൽപ്പതേ. വാസ്തവാണ് ഭഗവാൻ പറഞ്ഞത്. യതി, ഇനി സതി നിൽക്കില്ല എന്നൊരു തോന്നൽ ഭഗവാനുണ്ട്. കാരണം അത്രയ്ക്കും ഞാൻ ഇത്രയും വലിയ പരമാത്മ ചൈതന്യമാണ് ഭഗവാൻ, ഞാൻ ആരാണെന്നൊക്കെ എനിക്കറിയാമെങ്കിലും എൻ്റെ മനസ്സിനെ എനിക്ക് അടക്കാൻ പറ്റണില്ല ഈ ആഗ്രഹത്തെ. ഞാനൊരു സാധാരണ സ്ത്രീയെ പോലെ ആയി മാറിയിരിക്കണമെന്നൊക്കെ ഭഗവാനോട് പറഞ്ഞിരുന്നു സതി. അതുകൊണ്ട് ഭഗവാൻ ഒരു സംശയമുണ്ട്, പിടിച്ചു നിർത്താൻ ശ്രമിച്ചാലും സതി നിൽക്കില്ല, വാക്ക് എതിർത്ത് പോകുമെന്ന്. അപ്പൊ അതും ഭഗവാൻ പറഞ്ഞു കൊടുക്കാണ്. യതി, എങ്കിലും മദ്വച, എൻ്റെ വാക്കുകൾ അതിഹതായ അവഗണിച്ച് വ്രജിഷ്യസി നീ പോവുകയാണെങ്കിൽ ഭവത്യ, അല്ലയോ ഭവതി, ന ഭദ്രം, നിനക്കവിടെ മംഗളകരമായി തന്നെ ഭവിഷ്യതി, ഒന്നും സംഭവിക്കില്ല. ന ഭദ്രം ഭവിഷ്യതി, നിനക്ക് നല്ലതായിട്ട് അവിടെ ഒന്നും സംഭവിക്കില്ല. തതഹ, ആയതിനാൽ സംഭാവിതസ്യ എന്ന് വെച്ചാൽ അങ്ങേയറ്റം നീ സ്നേഹിക്കുന്ന സ്വജനാത്, നിന്റെ ബന്ധുജനങ്ങൾ, പ്രത്യേകിച്ച് നിന്റെ പിതാവിൽ നിന്നും പരാഭവ, അപമാനിക്കപ്പെട്ടു കഴിഞ്ഞാൽ, യഥാ, എപ്പോഴാണ് അത് സംഭവിക്കുന്നത്? സഹ, അപ്പോൾ നിനക്ക് സദ്യഃ, ആ നിമിഷം, മരണായ കൽപ്പതേ, മരിച്ചതിന് തുല്യമായിരിക്കും നിന്റെ അവസ്ഥ എന്ന്. അപ്പൊ ഭഗവാൻ അത് മുൻകൂട്ടി കണ്ടു. അതാണ് പറയുന്നത്, ഞാൻ പറഞ്ഞ വാക്കുകൾ അവഗണിച്ച് നീ പോയി കഴിഞ്ഞാൽ അവിടെ വെച്ച് നിനക്ക് മംഗളകരമായിട്ട് നല്ലതായിട്ട് ഒന്നും സംഭവിക്കില്ല. ഇനി നീ ഏറ്റവും അധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും, അതാണ് സംഭാവിതസ്യ, സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നിന്റെ പിതാവിൽ നിന്ന് അവഗണിക്കപ്പെടുന്ന വാക്കുകൾ നീ കേൾക്കുമ്പോൾ നിന്റെ മനസ്സ് മരിച്ചതിന് തുല്യമായിരിക്കും. ഏറ്റവും വലിയ ബന്ധുവിൽ നിന്നും സ്നേഹിക്കുന്നവരിൽ നിന്നും കിട്ടുന്ന വേദന മരണത്തിന് തുല്യമായിട്ടുള്ള വേദനയാണ് ഒരുവനെ. അപ്പൊ നിനക്ക് മരണതുല്യമായ അവസ്ഥയായിരിക്കും അത്. അതുകൊണ്ട് നീ എൻ്റെ വാക്കുകൾ നിഷേധിച്ച് അങ്ങോട്ട് പോകരുത് സതി എന്ന് ഭഗവാൻ അതിൻ്റെ എല്ലാ കുഴപ്പങ്ങളും പറഞ്ഞു കൊടുക്കുകയും ചെയ്തു സതീദേവിക്ക്. എന്നിട്ടും സതി നിന്നില്ല. അതാണ് ഓരോ പ്രാരാബ്ദങ്ങൾ അനുഭവിക്കാനുള്ള സമയമാവുമ്പോൾ എത്ര ജ്ഞാനം നേടിയിട്ടുള്ള ആളാണെങ്കിലും മനസ്സിനെ അടക്കാൻ പറ്റില്ല. മായയിൽ നിന്ന് സതിക്ക് പോലും ആ മായയിൽ നിന്ന് മുക്തി കിട്ടിയില്ല. കാരണം ആ സമയത്ത് ആ പ്രാരാബ്ദത്തെ അനുഭവിക്കാൻ എന്നുള്ളത് പ്രകൃതി നിശ്ചയമാണ്.
ആ നിശ്ചയത്തെ മാറ്റാനായിട്ട് ആർക്കും സാധിക്കില്ല. അപ്പോൾ നമ്മൾ എത്ര ജ്ഞാനം പകർന്നു കൊടുക്കാൻ പോയാലും, എന്തൊക്കെ ഭവിഷ്യത്തുകൾ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്താലും അവർക്കത് മനസ്സിലാവില്ല, അവർക്കത് ഉൾക്കൊള്ളാനേ പറ്റില്ല. അവരുടെ മനസ്സ് അപ്പോഴും ആ മായയിൽ തന്നെ, മായ അവരുടെ മനസ്സിനെ ഇങ്ങനെ തിരിക്കുകയാണ്. അത് കേൾക്കാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ അത് സ്വീകരിക്കാൻ പറ്റാത്ത രീതിയിൽ ആ മായാശക്തി അവരുടെ മനസ്സിനെ തിരിക്കും. കാരണം അവർക്ക് ഈ സമയത്ത് ഇന്ന ദുരിതങ്ങൾ അനുഭവിക്കുക എന്നുള്ളത് പ്രകൃതി നിശ്ചയ. ആ നിശ്ചയത്തിനെ മാറ്റിമറിക്കാൻ ആർക്കും സാധ്യമല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുക. കാരണം ഇത്രയും ഭംഗിയായിട്ട് മഹാദേവൻ പറഞ്ഞു കൊടുത്തിട്ടും ആരാ പറയുന്നത്? എന്നിട്ട് പോലും സതിക്കത് സ്വീകരിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് മനസ്സിലായത്. ഇനി നമുക്ക് 4-ാമത്തെ അധ്യായം അടുത്ത ആഴ്ച.